നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ PR വർക്കുള്ള മനുഷ്യൻ മോദിയാ. 2 പത്രക്കാരന്റെ മുമ്പിൽ നിൽക്കാൻ ആ മോദിക്ക് കഴിയോ? ചോദിക്കൂ എന്ന് പറയാൻ കഴിയോ? ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി പത്രക്കാരെ കാണാത്ത പ്രധാനമന്ത്രിയാണ് മോദി. പക്ഷേ അവിടെ രാഹുലുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുള്ളൂ, കേരളത്തിൽ. ബാക്കിയൊക്കെ തീർന്നു. ഇവിടെ മാത്രം ഭരിക്കുന്നതോ പിണറായി വിജയനാണ്. ധീരൻ ഉരുപ്പിടിച്ച വാളുകൾക്ക് ഇടയിലൂടെ പോകുന്നാൽ അത് മാത്രവുമല്ല, നമുക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ഇരട്ട ചെമ്പും അദ്ദേഹത്തിന്. അദ്ദേഹം ചോദിക്കോ ജനങ്ങളോട്? എന്നോട് ചോദിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവരെ തട്ടിക്കയറ്റല്ലേ? അവന്റെ മുമ്പിൽ നേരെ നിൽക്കുമോ? കണ്ടുപഠിക്കണം CPM-കാരാ. ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കൂടമല്ല, ഈ രാജ്യം മുഴുക്കെ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കൂടെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു നയം, അവിടെ ഒരു നയം, മറ്റൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ചെറിയ പാർട്ടിയാണ്, CPM-നെ പോലെ തന്നെ ചെറിയ പാർട്ടിയാണ്. പക്ഷേ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിലപാടാണ്. ഇതേ കാസർഗോഡ് വരുമ്പോ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചു, നിങ്ങൾ രാഹുലിന് വോട്ട് ചെയ്യണമേ. ഇത് ഈ മതേതര രാജ്യത്തിലെ രക്ഷിച്ചെടുക്കാനുള്ള അവസാനത്തെ ബസ്സാണ്, ലാസ്റ്റ് ബസ്സാണ്. ഇത് കേരിക്കൊള്ളി, വേറെ കേറാൻ ഇനി വേറൊരു ബസ് വരില്ല. എന്നെ കളിയാക്കാത്ത സഖാക്കൾ, ട്രോളാത്ത ദിവസമില്ല. ലാസ്റ്റ് ബസ് വന്നോ, ലാസ്റ്റ് ബസ് പോയോ, ആൾക്കാർ കേരിയൊന്നൊക്കെയാണ്. സഖാവേ, ആ ലാസ്റ്റ് ബസ് കയറിയിട്ടാണ് 4 MP-മാരെ ഒപ്പിച്ചിട്ട് നിങ്ങളിപ്പോ നിയമസഭയുടെ അകത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒന്നേ ഉള്ളൂ, ബാക്കി മുഴുവൻ ആ ലാസ്റ്റ് ബസ്സിലാണ്. ആ ലാസ്റ്റ് ബസ് കയറിയിട്ടാണ് മെനഞ്ഞാന്ന് ചിരിയും തോളിലിട്ട് രാഹുൽ ഗാന്ധിയുടെ മുമ്പില് ഡൽഹിയിൽ പോയി MBB ഇരിക്കുന്നത്. ഈ ബസ്സിൽ കയറിക്കോളൂ, ഞങ്ങളെല്ലാവരും ഇതിനകത്തുണ്ട്. ഇത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ യാത്രയാണ്. ഈ ബസ് പോയി കഴിഞ്ഞാൽ ഒരു സൈക്കിളുമ പോലും കൊണ്ടുവന്ന് നിങ്ങളെ കയറ്റാൻ ആവതുള്ള ഒരു പാർട്ടിയും CPM അടക്കം ഇന്ത്യ രാജ്യത്തില്ല. ഒരു സൈക്കിളും വരാനില്ല. അതുകൊണ്ട് ഈ ജനാധിപത്യ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തത്തെയും എന്റെ യൂത്ത് ലീഗുകാരാ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയും ജനാധിപത്യ പോരാട്ടങ്ങളിൽ ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും അതിന് കരുത്തു പകരാനും നിങ്ങളുടെ സമ്മേളനം പ്രചോദനമാവട്ടെ.